and welcome back to my channel. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം ഷൂട്ട് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഇന്നൊരു ഓണം ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേര് ചേർന്നിട്ടാണ് ഈ ഒരു ഓണം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിട്ട് തിരക്കേടില്ലാത്ത രീതിയിൽ ഒരു കുട്ടി ഫോട്ടോഷൂട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമുക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത് ഗ്ലാമി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ സിസ്റ്റേഴ്സ് തന്നെയാണ്, എൻ്റെ ഓൺ സിസ്റ്റേഴ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത്. ഇതിന് മുന്നേ ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇവർ തന്നെയായിരുന്നു എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പ്രിഫർ ചെയ്തത് നല്ല സട്ടിൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് ആണ് കേട്ടോ. സിമ്പിൾ ആയിരിക്കണം, പക്ഷേ ക്യാമറയിലേക്ക് കാണുമ്പോൾ കുറച്ച് നല്ല ഭംഗിയിൽ കണ്ണൊക്കെ എടുത്ത് കാണിക്കുന്ന ഒരു നല്ലൊരു ഫോട്ടോ ആയിരിക്കണം എന്നാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചുള്ള മേക്കപ്പ് തന്നെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ആൻഡ് ഈ ഒരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ 2 മാല വെച്ച് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മാച്ച് ആക്കിയിട്ട് അവർ ചെയ്തു തന്നതാണ് ഇത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടിയപ്പം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയ സ്നാക്സൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 2 o'clock ആയപ്പോഴാണ് നമ്മുടെ ആ ഒരു മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ കൂടുതലൊന്നും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏതൊക്കെ പോസസ് എടുക്കണം, എങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കണം, അതെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി കുറേ റെഫർ ചെയ്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഫ്ലവർ വെച്ച സമയത്ത് ഒക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് ഞാനൊരു സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിക്കാണ് അവരെനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ 3 പേരും ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആവണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കായിരുന്നു നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 പേർക്കും 3 രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 പേരുടെയും ഡ്രസ്സിന് മാച്ച് ആവുന്ന ഫ്ലവേഴ്സ് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബ്ലൂ മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തെച്ചിയും തുളസിയും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. തുളസി മാത്രം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനെക്കാട്ടി ഒന്നും കൂടെ മാച്ച് തെച്ചിയും തുളസിയും കൂടെ ചേർക്കുമ്പോഴാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതാണ് ബ്ലൂ കോസ്റ്റ്യൂമുള്ള ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ അങ്ങനെ നമ്മൾ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് 2:30 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. 12 മണിക്ക് ഷൂട്ട് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഡിലേ ആയി. നമുക്ക് ഒരു 2:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. ലൊക്കേഷൻ നമ്മൾ പെട്ടെന്നൊരു സ്ഥലം ഫിക്സ് ചെയ്യായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം വിചാരിച്ചത് ടെമ്പിളോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കാമെന്നായിരുന്നു. പിന്നെയാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ പോയി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ പോയിട്ട് അവരുടെ അടുത്ത് സമ്മതമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്നാണ് ഈ ഒരു സ്ഥലത്തോട്ട് മാറിയത് കേട്ടോ. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു. അധികം പ്രോപ്പർട്ടീസ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറിയ ഓലക്കൊടിയും ആ ഒരു കൊട്ടയൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തുള്ള ചെറിയ ബോക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് മാലയുണ്ടല്ലോ മല്ലിയുടെയൊക്കെ, അത് വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ലേറ്റായി, രാവിലെ തന്നെ നമ്മൾ പോയിട്ട് പൂവൊക്കെ വാങ്ങാനൊക്കെ പോയി. ആ സമയത്തൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി മതി, ഇത്രയും വെച്ച് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്നാലും നല്ല അടിപൊളിയായിട്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പൂക്കളം കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു പൂക്കളം ഇട്ട സ്ഥലത്ത് എപ്പോഴും വെയിലായിരിക്കും കേട്ടോ. നമ്മൾ അവിടേക്ക് ചെല്ലുന്ന ആ ഒരു സമയത്ത് ഫുൾ വെയിലായിരിക്കും. നമ്മളവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ വെയിലൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറേ സിംഗിൾസും കുറേ ഗ്രൂപ്പ്സും ഒക്കെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോ പോസസും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് വിചാരിച്ച പോലെയൊക്കെ കുറേ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല സിംഗിൾസും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടുള്ളതും ഒക്കെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് അല്ലെങ്കിൽ ഞാനതിൻ്റെ പേര് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ എടുത്തതിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നെ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്യുക കേട്ടോ. സോ ഇതാണ് നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നമ്മളവിടെ എത്തുമ്പോഴത്തേനും നല്ല വെയിലായിരിക്കും. പിന്നെ കുറേയൊക്കെ വെയിലൊക്കെ സഹിച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒത്തിരി ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുട്ടി ഓണം ഷൂട്ടായിരുന്നു കേട്ടോ നമ്മളുടേത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഫോട്ടോസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണെന്നും കൂടെ പറയണം കേട്ടോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.